നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ജു പിള്ളയുടെ മകൾ ദയാ സുജിത്ത്. പുള്ളിക്കാരി അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ഇൻഫ്ലുവൻസർ ആണ്. പ്ലസ് നല്ല രീതിയിൽ ഫാഷൻ, അതായത് കുറച്ച് ഫാഷനബിൾ ആയിട്ടുള്ള ഡ്രസ്സ് ഇടുന്ന ഒരാളാണ്. മഞ്ജു പിള്ള എന്ന് പറയുന്ന ആ ഒരു സിനിമാ നടിയെ നമുക്ക് നേരത്തെ മുതൽ അറിയാവുന്നതാണ്. എനിക്ക് എന്റെ കൊച്ചിലെ മുതൽ, ഞാൻ 93 ജനിച്ചതായതുകൊണ്ട് ജഗതിച്ചേട്ടന്റെ കൂടെയൊക്കെ ഒത്തിരി കോമ്പിനേഷൻ സീനുകളിൽ വന്ന് ഒരുപാട് ചിരിപ്പിച്ചിട്ടുള്ള ഒരു നടിയാണ് മഞ്ജു പിള്ള. മഞ്ജു പിള്ളയുടെ മകൾ ദയാ സുജിത്ത്. അപ്പൊ മഞ്ജു പിള്ളയെ കുറിച്ച് ഒത്തിരി പറയേണ്ട കാര്യങ്ങളില്ല. അവര് ഒരുപാട് നമ്മളെ ചിരിപ്പിച്ചിട്ടുള്ള, അല്ലെങ്കിൽ അവരുടെ ഫേസ് ഫെമിലിയർ ആണ്, അങ്ങനെ ആരും മറന്നു പോകത്തില്ലാത്ത ഒരു മുഖമാണ് അവരുടെ മകൾ ദയാ സുജിത്ത്. അപ്പം അവരെ കുറിച്ചാണ് ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് ഒരു വീഡിയോ വന്നിരിക്കുന്നത്. അതായത് ഈ കുട്ടി അത്യാവശ്യം ഫാഷനബിൾ ആയിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇടും. അത്യാവശ്യം എന്താ പറയുന്നത്, മോഡലിങ്ങും കാര്യങ്ങളും താല്പര്യമുള്ള ഒരു കുട്ടിയാന്ന് തോന്നുന്നു. പുള്ളിക്കാരുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ എനിക്ക് തോന്നുന്നു 2023 മറ്റോ പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോയും പൊക്കിക്കൊണ്ട് ഒരു താത്ത ഇറങ്ങിയിട്ടുണ്ട്. ഷഫീന വ്ളോഗ്സ് എന്ന് പറയുന്ന ചാനൽ നടത്തുന്ന ഷഫീന ബീവി എന്നറിയപ്പെടുന്ന ഒരു താത്ത ഇങ്ങനെ ഒരു വീഡിയോയുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ആദ്യം വീഡിയോ ഒന്ന് കാണാം. മഞ്ജു പിള്ള എന്ന് പറയുന്ന സ്ത്രീയോടാണ് നാണോ ഇല്ലേ തള്ളേ? ഒന്നല്ലേ ഉള്ളൂ, 10ഉം 11ഉം ഉണ്ടോ? എന്നാ പിന്നെ അവളോട് അതും കൂടെ ഊരിയിട്ടില്ല. എവിടെയും കണം വന്ന് നിൽക്കാൻ പറ. കാണട്ടെ ആണുങ്ങള്, പിടിക്കട്ടെ. അവക്ക് ഞെക്കണമായിരിക്കും ആണുങ്ങള്, കണ്ടവന്മാര് കണ്ട് ഒലിപ്പിക്കണമായിരിക്കും. നിനക്ക് ഭയങ്കര സംഭവമായ ഒരു ബോഡി സ്ട്രക്ചർ ഉണ്ട്, അതിലിങ്ങനെ ഞവിടണമായിരിക്കും. താല്പര്യമാണോ അടി? പോയി ഏതെങ്കിലും ബസ്സിൽ കയറിയില്ലടി, എന്നിട്ട് പോകുന്ന വരുന്ന എല്ലാവന്മാരോടും പറ എന്നെ ഒന്ന് തടവി വിടാൻ. ഇത്ര കാമപ്രാന്താണോ? ഇതൊക്കെ കണ്ട് മിണ്ടാതിരിക്കുന്നത് കൊണ്ടാണ്. അപ്പം ഒരു സ്ത്രീ അല്ലാതാകുന്ന എങ്ങനെയാണെന്നുള്ളതാണ് ആ ഷഫീന ബീവി എന്ന് പറയുന്ന പുള്ളിക്കാരി സ്വയമേ കാണിച്ചു തരുന്നത്. അതായത് അവരിപ്പം ആ ഒരു കുട്ടീനെ, അതായത് ആ കുട്ടീനെ ഇതുപോലെ ഇട്ട് ട്രോളി ഒരു സ്ത്രീയെ ഏറ്റവും കൂടുതൽ അവമാനിച്ചത് ഇപ്പൊ ആരായി? ഈ സ്ത്രീയല്ലേ. ഇവര് ഒരു സ്ത്രീയാണോ എന്ന് എനിക്ക് ചോദിക്കാൻ പറ്റത്തില്ല. അതിനൊരു അർഹത ഉണ്ടോ എന്ന് അറിയത്തില്ല. പക്ഷേ ഒരു സ്ത്രീ ചോദിക്കാൻ പാടില്ലാത്ത രീതിയിൽ, സംസാരിക്കാൻ പാടില്ലാത്ത രീതിയിൽ ഒരു വ്ളോഗർ വന്നിട്ട് ഇരുന്ന് ഇതുപോലെ കൊണന്ന് കുറെ അടിയടിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നേ? ഇവരുടെ ചെവിട് നോക്കി ഒരു അടി കൊടുക്കാൻ ആരും ഇല്ലാഞ്ഞിട്ടാണോ? ആ പെങ്കൊച്ച ഏതായാലും ദയാ സുജിത്ത് ഏതായാലും ഇതിനെ പറ്റിയ മറുപടിയൊക്കെ ഇൻസ്റ്റഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം പുള്ളിക്കാരി ഇത് ബാധിക്കുന്നില്ല എന്നുള്ള രീതിയിൽ. കാരണം പുള്ളിക്കാരി അത് വളരെ സെൻസിബിൾ ആയിട്ടുള്ള രീതിയിൽ, അല്ലെങ്കിൽ എന്താ പറയുക, തമാശ രൂപേണ അവർക്കിട്ടുള്ള അടി തിരിച്ചു കൊടുത്തിട്ടുണ്ട്. മഞ്ജു പിള്ളയാണെങ്കിൽ കട്ടയ്ക്ക് സപ്പോർട്ടാണ് മകൾക്ക്. കാരണം മകള് ചെയ്യുന്നതിൽ പുള്ളിക്കാരി തെറ്റൊന്നും കാണുന്നില്ല. ഒരു എന്താ പറയുന്നത്, ഒരു സിനിമാ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരു താരം, ഒരു സിനിമാ നടി മഞ്ജു പിള്ള, അവരുടെ മകൾ അത്യാവശ്യം ഫാഷനബിൾ ആയിട്ട് നടക്കുന്നതിൽ എന്താണ്, അവര് മോശമായിട്ടൊന്നും ചെയ്തിട്ടില്ല. ഈ താത്തയില്ലേ, ഇപ്പൊ താത്തയെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരു കാര്യം, അതായത് നമുക്കിവിടെ ഐശ്വര്യ റായ് ഉണ്ടായിരുന്നു, മലയാളത്തിൽ നിന്ന് പാർവതി ഓമനക്കുട്ടൻ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഒരുപാട് മോഡൽസ് നമുക്ക് ഇവിടെ ഉണ്ട്. ആദ്യം അങ്ങനെയാണ് താത്ത ഓരോ മോഡൽസിനെ, ഈ മോഡലിംഗ് എന്താണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു രീതിയും കാര്യങ്ങളും എന്താണെന്നുള്ളത് ഒരു തേങ്ങ അറിയാൻ മേലാതിരുന്ന് കുടച്ചോണ്ടിരിക്കുന്ന ഈ തളനെയൊക്കെ എന്നാ ചെയ്യണ്ടേ? ഈ എങ്ങാണ്ട് എവിടുന്നേലൊക്കെ പിടിച്ചോണ്ട് വന്ന് അവർക്ക് റിയാക്ട് ചെയ്യാൻ വീഡിയോ, നമ്മളും റിയാക്ഷൻ വീഡിയോ ഒക്കെയാണ് ചെയ്തത്. നമ്മൾ ഇപ്പൊ കറന്റ്ലി ഓടുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കാറുണ്ട്, വിമർശിക്കാറുണ്ട്. പക്ഷെ ഒരു സ്ത്രീ, എനിക്കറിയത്തില്ല ആ തള്ളയുടെ പ്രായം എന്നാന്ന്, പക്ഷെ ആ കൊച്ച് ഈ പറയുന്ന വലിയ പ്രായമൊന്നുമില്ല. പക്ഷെ ആ കുട്ടീനെ ഈ പറയുന്ന ഇതുപോലെ ഇട്ട് ഭയങ്കര മോശമായിട്ടല്ലേ ഇവര് ചിത്രീകരിച്ചിരിക്കുന്നത്. ഈ പറയുന്ന എന്താ പറയുന്ന, ഈ പൈസയ്ക്ക് വേണ്ടിയിട്ട് സ്വയം ശരീരം വിൽക്കുന്ന സ്ത്രീകളുണ്ട്. അവരുടെ ഒരു കൾച്ചറല്ലേ ഇവർ കാണിച്ചത്, അവരുടെ രീതികൾ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉള്ളിലുള്ള ഒരു സ്ത്രീ, അവരുടെ പുറത്തേക്ക് വരുന്ന ഇതുപോലത്തെ വാക്കുകൾ വളരെ വളരെ മോശം. കാരണം എനിക്ക് അങ്ങനെ പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഒരാളെ പോർട്രേറ്റ് ചെയ്യുന്ന രീതി എന്ന് പറയുമ്പോൾ ആ കുട്ടി ഒരു മോഡലിംഗ് രംഗത്തേക്ക്, അല്ലെങ്കിൽ അങ്ങനെ താല്പര്യമുള്ള ഒരാളായിരിക്കും. ആ കുട്ടി വളരെ ഫാഷനബിൾ ആയിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളും എല്ലാം ഇടുന്നത്. അത് എല്ലാ സ്ത്രീകൾക്കും ഈ പറയുന്ന പോലെ ആ ഒരു ഫാഷൻ സെൻസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉണ്ട്. ചില ആളുകൾക്ക് ഇങ്ങനെയുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും. കാരണം ശരീരഭാഗങ്ങള്
ചിലപ്പോൾ പുറത്തേക്ക് ശരീരഭാഗങ്ങളൊന്നും കാണുന്നില്ല. കുറച്ച് എന്താ പറയുന്നത്, ഈ വസ്ത്രത്തിന്റെ അളവ് കുറയുമ്പം ശരീരത്തിന്റെ ഏരിയാസ് ഒക്കെ കാണുമല്ലോ എന്ന് പറഞ്ഞ് ഈ കുട്ടി ഇട്ടിരിക്കുന്നത് എല്ലാം പ്രൈവറ്റ് ആയിട്ടുള്ള പാർട്സ് എല്ലാം മറച്ചുകൊണ്ട് വളരെ എന്താ പറയുക ഫാഷനബിൾ ആയിട്ടുള്ള രീതിയിലുള്ള ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്. ഈ പുള്ളിക്കാരി ഈ ഷഫീന എന്ന് പറയുന്ന ഈ കള്ളത്താത്ത ഒന്നും കിട്ടാഞ്ഞിട്ട് 2023 പോസ്റ്റൊക്കെ എടുത്തുകൊണ്ട് വന്നിരിക്കുക. എന്തെങ്കിലും ആട്ടെ, ഇവര് ഇങ്ങനെയാണെങ്കിൽ വിമർശിക്കാനാണെങ്കിൽ ഈ മോഡലിംഗ് രംഗത്തുള്ള സ്ത്രീകളെ എല്ലാം ഇവര് ഈ പറയുന്ന പോലെ ഈ കണ്ണിലായിരിക്കുമെങ്കിൽ കാണുന്നത്. ഇവരെന്തുകൊണ്ട് ഈ കുട്ടീനെ ടാർഗറ്റ് ചെയ്തു? ഒന്നും കിട്ടാതിരുന്നിട്ടാണോ? തള കൊണ എന്ത് മോശമായിട്ടാ പറയുന്നത്. എനിക്ക് തോന്നുന്ന ഒരു ചില ആണുങ്ങൾ ഈ പറയുന്ന പോലെ ചിലപ്പം ഒരു പരിധി വിട്ടൊക്കെ സംസാരിക്കും. അവര് പോലും ഇങ്ങനെ സംസാരിക്കുമെന്ന് തോന്നിട്ടില്ല. ഒരു സ്ത്രീ തന്നെ ഒരു സ്ത്രീയെ മോശക്കാരിയായിട്ട് ചിത്രീകരിക്കുക എന്ന് പറയുമ്പോഴത്തേക്കുണ്ടല്ലോ, അവരുടെ ഉള്ളിലുള്ള വിഷം എന്താണെന്നുള്ളതാണ്. അവരുടെ ഉള്ളിലെ ആ ഒരു വെറി പുറത്തേക്ക് കാണിക്കുന്നതാണ്. എനിക്കത് അക്ഷരം തെറ്റാതെ ഇവരെയൊക്കെ എന്താ പറയണ്ടത് എന്ന് എനിക്കറിയില്ല. വളരെ മോശപ്പെട്ട ചില വാക്കുകളൊക്കെ ഇങ്ങനെ മനസ്സിൽ വരുന്നുണ്ട്. അതൊന്നും എനിക്ക് പുറത്തോട്ട് ഇറക്കാൻ പറ്റുന്നില്ല. കാരണം അങ്ങനെയൊന്നും ഒരാളെ അവര് തെറ്റ് ചെയ്തോ? ഏതെങ്കിലും രീതിയിൽ ആ കുട്ടി ആരോടെങ്കിലും തെറ്റ് ചെയ്തോ? നിങ്ങളുടെ വീട്ടുകാർക്കിട്ടോ നിങ്ങളുടെ തറവാട്ടിലുള്ള ആർക്കിട്ടെങ്കിലും ആ കുട്ടി തെറ്റ് ചെയ്തോ? ഒരു ഫോട്ടോ ഇട്ടു എന്നുള്ളതാണ്. ഇപ്പോഴത്തെ കുട്ടികൾ ഈ ജനറേഷനിൽ ഇപ്പൊ ഈ ജെൻസി എന്ന് പറയുന്നില്ല, പണ്ട് കാലം പോലെ ഫാഷൻ ഉണ്ട്. ഓരോ കാലഘട്ടത്തിനനുസരിച്ചുള്ള ഫാഷൻ ഉണ്ട്. പണ്ട് ചുരിദാർ ആയിരുന്നെങ്കിൽ പിന്നീട് അത് ലാച്ചയായി, അങ്ങനെ മിഡിയും ടോപ്പ്, അത് ഓരോ കാലഘട്ടത്തിൽ ഇങ്ങനെ ഇറങ്ങി വരുന്നതാണ്. പണ്ടത്തെ പാവാടയും ബ്ലൗസും എന്ന് പറയുന്നത് അത് അന്നത്തെ ഫാഷനാണ്. അവിടുന്ന് മാറി വരുന്ന പുതിയ സാധനങ്ങൾ വരികയാണ്. അപ്പം അവര് സ്ത്രീകൾക്ക് കുട്ടികൾക്ക് ഇപ്പോഴത്തെ കുട്ടികൾ നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കിക്കഴിഞ്ഞാൽ ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിൽ പോലും അവർക്ക് ഇപ്പോഴത്തെ ഫാഷനും ട്രെൻഡും അനുസരിച്ചുള്ള ഡ്രസ്സുകൾ ഇടാൻ താല്പര്യമുണ്ട്. അവർ പരമാവധി അത് ഇടുന്നുമുണ്ട് വളരെ ഓപ്പൺ ആയിട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് എന്താ പറയുന്നത്, നല്ല ബാഗി ജീൻസ്, ഇപ്പോഴത്തെ പുതിയ ട്രെൻഡിങ് ആയിട്ടുള്ള ഡ്രസ്സുകൾ കാര്യങ്ങളൊക്കെ ഇട്ട് നടക്കുന്നുണ്ട്. അവരോട് നടക്കരുതെന്ന് പറഞ്ഞാൽ അവര് വീട്ടിൽ കയറി ഇരിക്കുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇല്ല, അവര് നടക്കും. അത് അവരുടെ ഒരു ഇപ്പോഴത്തെ ഒരു തലമുറയ്ക്ക്, അടുത്ത തലമുറ വരുമ്പോഴത്തേക്കും അതിന്റെ ഡ്രസ്സിങ് സെൻസും കാര്യങ്ങളോ അല്ലെങ്കിൽ അടുത്ത ഫാഷൻ വരും, അതനുസരിച്ചുള്ള ഇതിടും. പിന്നെ ഈ ദയാ സുജിത്ത് എന്ന് പറയുന്ന ഈ കുട്ടി അത്യാവശ്യം എന്താ പറയുക മോഡലിംഗ് താല്പര്യം, ഞാൻ കണ്ടതനുസരിച്ച കുട്ടി അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യുന്നതായിട്ടാണ് അവരുടെ ഒരു പ്രൊഫൈല് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. കുട്ടിയുടെ വീഡിയോസ് ആണെങ്കിലും അത്യാവശ്യം അങ്ങനത്തെ ഈ പറയുന്ന ഇൻസ്റ്റഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ കാണുമ്പോൾ അങ്ങനെ തോന്നുന്നത്. പിന്നെ അവരുടെ അമ്മയും അപ്പനും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാര്യം പറഞ്ഞാൽ അവര് സെപ്പറേറ്റഡ് ആണെങ്കിൽ പോലും എന്താ പറയുന്ന അവരുടെ ഒരു സപ്പോർട്ടോട് കൂടി തന്നെയാണ് ആ കുട്ടി അത്രയും എന്താ പറയുക ഉത്സാഹത്തോടു കൂടി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അവിടെയാണ് ഈ കേട്ട താത്ത വന്നിട്ട് ഇതുകൂട്ട് വേടക്ക വർത്താനം ഒക്കെ പറഞ്ഞ് അതായത് ഓരോ ആളുകളുടെ ഉള്ളിലെ കാഴ്ചപ്പാടുകളാണ് പുറത്തേക്ക് വരുന്നത്. അയലോക്കത്തെ, അതായത് പണ്ട് മുതലേ നമ്മള് ഒരു സംഭവമാണ്, ഒരു വീടുണ്ട്, ആ വീടിന് ചുറ്റുപാടും കുറെ അയലോക്കങ്ങൾ ഉണ്ടെങ്കിൽ ആ അയലോക്കത്തെ കുറ്റങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ളത് ഒരു പ്രത്യേക രസമുള്ള കാര്യമാണ്. ഈ CID പണികൾ പോലെ അവളുടെ വീട്ടിൽ എന്തുണ്ട്, അവൾ എന്നെ ഇട്ടിരിക്കുന്നത്, അവളുടെ സാരി കണ്ടോ, അവൾ ഇട്ടിരിക്കുന്ന മാല കണ്ടോ, അവളുടെ കമ്മല് കണ്ടോ, അങ്ങനെ ചിന്തിക്കുന്ന അങ്ങനെ സംസാരിക്കുന്ന ആ ഒരു സംഭവങ്ങള് ഇന്നും ഉണ്ട്. മാല ഇട്ടിരിക്കുന്ന ഡ്രസ്സ്, അത് ഇപ്പൊ പെൺകുട്ടികളാണെങ്കിൽ പെൺകുട്ടികൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പെൺകുട്ടികളെ വായി നോക്കും എന്നുള്ളത്. കാരണം വേറൊന്നുമല്ല, അവർ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് അതിലെന്തെങ്കിലും ഒരു പുതുമയുണ്ടെങ്കിൽ അവരത് ശ്രദ്ധിക്കും. അത് പെൺകുട്ടികൾക്കറിയാം. പെൺകുട്ടികൾ ഇടയ്ക്ക് ഇങ്ങനെ സംസാരിക്കുമ്പോൾ പറയുന്നതൊക്കെ ഞങ്ങള് പെൺകുട്ടികളെ വായി നോക്കാറുണ്ട്. കാരണം അവർ ഇടുന്ന ഡ്രസ്സുകൾ, അവരുടെ എന്തെങ്കിലും മറ്റു സ്ത്രീകളെ കാണുമ്പോൾ എന്തെങ്കിലും ഒരു പുതുമയുള്ള വേഷ സംവിധാനങ്ങളോ ആഭരണങ്ങളോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അവർ ശ്രദ്ധിക്കും. അതൊരു നല്ല കാര്യമാണ്, അത് കുറ്റമായിട്ടല്ല പറയുന്നത്. പക്ഷെ ഈ തള്ള ഇരുന്ന് പറയുന്ന മുഴുവൻ കുറ്റമല്ലേ. നമ്മൾ ഈ റിയാക്ഷൻ ചാനലുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ ദിവസങ്ങളിൽ ട്രെൻഡിങ് ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടെത്തി നമ്മൾ അതിനെ റിയാക്ട് ചെയ്യാറുണ്ട്. നമ്മുടേതായ രീതിയിൽ നമ്മൾ സംസാരിച്ച് നമ്മളത്
കാണുന്ന ആളുകൾക്ക് പിടിച്ചിരിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ സംസാരിച്ച് കാണുന്ന ആൾക്കാരെ പിടിച്ചിരുത്തുക എന്നുള്ളതാണ്. എന്റെ വീഡിയോ അങ്ങനെ അത്ര പിടിച്ചിരുത്താൻ പറ്റുന്ന വീഡിയോ അല്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എങ്കിലും ഞാൻ സംസാരിച്ച് ശരിയാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ പരിധി വിട്ടൊന്നും ഞാൻ അങ്ങനെ സംസാരിക്കുന്ന ഒരു സാഹചര്യം ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ എനിക്ക് എന്താ പറയാ, ഇങ്ങനെയുള്ള ചില സംഭവങ്ങൾ കാണുമ്പോൾ നമ്മുടെ ഈ നാട്ടിൽ നടക്കുന്ന പല സംഭവങ്ങൾ കാണുമ്പോഴും നമുക്ക് റിയാക്ട് ചെയ്യാൻ തോന്നും. നല്ല കാര്യങ്ങളെ അല്ല, നന്നായിട്ട് പോകുന്ന കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് സന്തോഷമാണ്. അല്ലാതെ തെറ്റായ കുറെ കാര്യങ്ങൾ കാണുമ്പോൾ ചാടി ഇത് നമ്മൾ ഒരു ഫേസ്ബുക്കിലൊക്കെ ഒരു പോസ്റ്റ് കണ്ട അതിന്റെ താഴെ നെടുനീളം കമന്റുകളൊക്കെ ഇടണമെന്ന് ചിലപ്പോൾ ഓർക്കും, പിന്നെ ഓർക്കും എന്തിനാ വേണ്ട എന്നുള്ളത്. പക്ഷെ ഇങ്ങനെയുള്ള ഇവരെ പറ്റി പറയുകയാണെങ്കിൽ ഇവര് ഏറ്റവും കൂടുതൽ ആക്രമിച്ചിട്ടുള്ളത് ആ രേണുസുതി എന്ന് പറയുന്ന ആ ഒരു പുള്ളിക്കാരിനെയാണ്. നമ്മളും റിയാക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത്ര കടന്നാക്രമിച്ചിട്ടില്ല. ഒരു പുലിയുടെ മുന്നിൽ കിടക്കുന്ന ഒരു പാവം എരയെ പോലെ നമ്മൾ അവരെ കണ്ടിട്ടില്ല. അത്രയും ഭീകരമായ രീതിയിലൊന്നും റിയാക്ട് ചെയ്തിട്ടൊന്നുമില്ല. റിയാക്ഷൻ ചാനലാകുമ്പോൾ റിയാക്ട് ചെയ്യണം. പക്ഷെ ഇവരുടെ മുന്നിലേക്ക് കിട്ടുന്ന ഒരു എന്തോ ഒരു ഇരയെ കിട്ടുമ്പോൾ അതിനെ കൊതിയോടുകൂടി കടിച്ചു കീറി ഭക്ഷിക്കുന്ന ഒരു അവസ്ഥയാണ് ഈ താത്ത കാണിക്കുന്നത്. വളരെ വളരെ നോച്ച. ഇവരെയൊക്കെ എവിടെയോ അവർക്ക് തല്ല് കിട്ടാത്തതിന്റെ പ്രശ്നം, അതായത് ആരും പിടിച്ച് തല്ലുന്നതല്ല, ചെറു പ്രായത്തിൽ എവിടെയോ ആരുടെയൊക്കെയോ നല്ല ശിക്ഷണം കിട്ടാത്തതിന്റെ പ്രശ്നങ്ങളും കാണുന്നുണ്ട്. അതായത് ഇങ്ങനെ ക്യാമറയുടെ മുന്നിൽ ഇരുന്ന് എന്ത് വേണേലും വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള ഒരു പ്രശ്നം നമ്മളിപ്പോ കണ്ടതാണ്. ഒരു യൂട്യൂബ് ബ്ലോഗറെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത്. ബ്ലോഗേഴ്സ് കുറച്ചുപേര് കയ്യിൽ നിന്ന് പാളുമ്പം അവരെ അറസ്റ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ എന്തായാലും അങ്ങനെ അറസ്റ്റ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവര് സ്ത്രീ ആയതുകൊണ്ട് ഇവർക്ക് നിയമത്തിന്റെ പരിഗണന കിട്ടുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ടാണോ ഇവർ ഈ കിടന്ന് തിളയ്ക്കുന്നത്? ഹേ സ്ത്രീയെ, ലജ്ജിക്കുന്നു, നിങ്ങളെ ഓർത്ത് ലജ്ജിക്കുന്നു. നിങ്ങളുടെ വീട്ടിലുള്ളവരും അല്ലെങ്കിൽ നിങ്ങളുടെ കാർന്നോമാരും ഇപ്പം എത്ര വട്ടം തുമ്മിയിട്ടുണ്ടായിരിക്കും. ഞാനീ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാക്കി കാണുമായിരിക്കും എന്ന് വിചാരിക്കുന്നു.